ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വീരകഥകൾ പാർട്ട് 1 ആണ്, നമ്മുടെ കോമഡി വീരകഥകൾ പാർട്ട് 1. അപ്പോൾ നമ്മൾ ഇന്നൊരു ലെറ്റ്സ് പ്ലേ സീരീസ് ആണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഇവിടെ വലിയായിട്ട് ഞാൻ ലാഗ് അടിപ്പിക്കാൻ നിൽക്കുന്നൊന്നുമില്ല. നേരെ മരം വെട്ടുന്നു, കാര്യങ്ങളിലോട്ട് കളിക്കുന്നു. വീരകഥകളാണ് മുത്തുള്ളേ. സോ ചെറിയൊരു ലാഗ് ഉണ്ട്, ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റാക്കുകയാണെങ്കിൽ സെറ്റാക്കാം. ഓക്കെ, മരം മുറുക്കുകയാണ് നമ്മൾ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ വീരകഥകൾ പാർട്ട് 2 അടുത്ത ദിവസം വരുന്നതാണ്. വീരകഥകൾ, മൈൻക്രാഫ്റ്റിൻ്റെ വീരകഥകൾ കാണാൻ താല്പര്യമുള്ളവർ ദയവായി ലൈക്ക് ചെയ്യുക. നല്ല രീതിയിൽ മരം മുറിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ബേസായിട്ട് എന്തെങ്കിലും എക്സ്പ്ലോറിങ്ങിനൊക്കെ പോകണം. എവിടെയെങ്കിലും നല്ല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എക്സ്പ്ലോറിങ്ങിനൊക്കെ പോകേണ്ടി വരും. നമ്മൾ പിന്നെ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് സ്വന്തം വീട് വയ്ക്കാൻ നോക്കുന്നില്ല. പിന്നെ ഭാഗ്യത്തിന് അവിടെ തന്നെ ഒരു ഫാമും കണ്ടു, അതെന്തായാലും നന്നായി. പിന്നെ ചെസ്റ്റ് അങ്ങോട്ട് നമ്മൾ പൊളിച്ചെടുക്കുകയാണ്. എന്തിനാണ് മെനക്കെട്ട് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ ഫുഡിന് വില്ലേജ് ആയതുകൊണ്ട് ക്ഷാമം വരില്ല. നൈസായിട്ട് നമ്മുടെ നേരെ കാണുന്നത് ഹെയർ സ്റ്റാക്കാണ്. ഹെയർ സ്റ്റാക്കിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബ്രെഡ് കിട്ടും. അതെന്തായാലും ലാഭമാണ്. മണി അടിച്ചു കഴിഞ്ഞാൽ ഉമ്മര കോടെന്ന് പറയാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു ഓഡിയോ നോക്കാം. ഓക്കെ, ഓടിയില്ലല്ലോ. ഓടി. പിന്നെ സീഡ് നമ്പർ ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കളിക്കാം. എസ്റ്റാക്ക് ഞാനിവിടെ മുറിക്കുകയാണ്. ഓക്കെ, പിന്നെ മൈൻക്രാഫ്റ്റിൽ ലാഗ് മാറ്റാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് വലിയ വീഡിയോയൊന്നുമില്ല, ഞാൻ സെറ്റിങ്സ് ഫുള്ള് ലോയിലാണ് ഇട്ടേക്കുന്നത്. ചങ്ക്സ് മാത്രം, ചങ്ക്സ് എന്നാണോ 2 ഡിജിറ്റ് എന്നാണ് എന്ത് കോപ്പ്, അത് മാത്രമാണ് 6 ഇട്ടേക്കുന്നത്. ബാക്കി എല്ലാം ലോയില. വയതിന് ഫാം ഉള്ളതുകൊണ്ട് അവന്മാരെ കൊണ്ട് പണി എടുപ്പിച്ച് നമുക്ക് നൈസായിട്ട് പൈസ കിട്ടാം. അതെന്തായാലും നല്ലൊരു ലാഭമായ ഒരു പരിപാടി തന്നെയാണ്. ഗൈസ്, നമ്മുടെ ഹെയർ സ്റ്റാക്കൊക്കെ മുറിച്ച് കളഞ്ഞു. നമ്മൾ നേരെ വേറെ മൈനിങ്ങിനൊക്കെ പോവുകയാണ്. അവിടെ ഭാഗ്യത്തിന് നമ്മുടെ ഒരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്. വണ്ടാറം നല്ലൊരു വില്ലേജ് ആണെന്ന് വിചാരിച്ചു. എന്തായാലും നല്ല വില്ലേജ് ആയിരിക്കും. എൻ്റെ മക്കളെ, ഡയമണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഡയമണ്ട് തൊടാനുള്ള യോഗം നമുക്കുണ്ട്. നമുക്കിതൊക്കെ സാധനങ്ങളൊക്കെ പെറുക്കി നമുക്കൊരു എന്തായാലും ഒരു പരിപാടിയൊക്കെ സെറ്റാക്കാം. ഓക്കെ, മരങ്ങളൊക്കെ ഇരിക്കട്ടെന്ന്. അപ്പോൾ ഫാമിന് ഞാൻ പിന്നെ കോൾ അധികം മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് മരങ്ങളാണ് നമുക്ക് ശരണം. മരങ്ങളെടുത്ത് നമ്മൾ ചാർക്കോണ് വളരാനാണ് നമ്മുടെ പരിപാടി അതാണ്. ഓക്കെ, പ്ലീസ് ഐറ്റംസ് ആണ്. ഇനി നമുക്ക് കുറച്ച് മരമൊക്കെ മുറിച്ചിട്ട് ഉറപ്പായിട്ട് തിരിച്ചു വരാം. സോ ഗൈസ്, നമ്മുടെ മൈനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീട് തപ്പലാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഓക്കെ, നമ്മുടെ വീട് തപ്പൽ ആണ് നമ്മുടെ ലക്ഷ്യം. സുധാകരൻ പിള്ളയ്ക്ക് താമസിക്കാൻ നോമിനൊരു വീട് വേണം. അപ്പോൾ ഒരു വില്ലേജസിൻ്റെ ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോമ്പ് അങ്ങോട്ട് എടുക്കുകയാണ്. ഞാനിങ്ങ് എടുക്കുക വില്ലേജറെ. താങ്കൾ വേറെ വീട്ടിലേക്ക് പോകേണ്ടതാണ്. ഓക്കെ, നമ്മൾ റീസോൺ പോയിൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് ബോക്സിൽ നമ്മുടെ വേലപ്പെട്ട സാധനങ്ങളൊക്കെ തിരിച്ച് വയ്ക്കാം. പിന്നെ വേണ്ടാത്ത കാര്യങ്ങളും തിരിച്ചു വയ്ക്കും. അത് നമ്മുടെ കഴിവ്. ഓക്കെ എന്തെങ്കിലും ചെയ്യണ്ടേ. ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ എടുക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഫർണസ് വലിയ പേരാണ്. ഫർണസൊക്കെ വെച്ച് നമ്മൾ സെറ്റപ്പ് ആവണം. ഓക്കെ, സെറ്റപ്പ് ആവേണ്ടതാണ് നമ്മുടെ കടമ. ഓക്കെ, ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് വില്ലേജറിനും താമസിക്കാൻ വേണമെങ്കിൽ, പക്ഷെ ഉറങ്ങുന്നത് ഞാൻ തന്നെ ആയിരിക്കും. വില്ലേജർ ആയതുകൊണ്ട് അവർക്ക് ഡയമണ്ടിൻ്റെ വിലയൊന്നും അറിയില്ല. നമ്മളെപ്പോലെ അവർ പഠിച്ചിട്ടില്ല. ഞാനും പഠിച്ചിട്ടില്ല. അപ്പോൾ അതാണ് കോമഡി. നീ നമുക്കൊരു ഫാം സെറ്റ് ചെയ്യണം. അവരെ കൊണ്ട് നമ്മൾ ഫാം സെറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ സൈഡിൽ നമുക്കും വേണ്ടേന്നേ. ഒരു എന്തായാലും പോത്തൊക്കെ ഇവിടെ ഒരെണ്ണമുണ്ട്. അവിടെ വേറെ ഒരു വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കെന്തായാലും ലാഭമായി. ഇവിടെ എന്തായാലും പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ എന്തായാലും നമ്മൾ പണിയെടുത്തുകൊണ്ട് ജീവിക്കണം. കുറച്ചാൾ കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഒരു വലിയ മഹാരാജാവ് തന്നെയാവും. ഇവിടുത്തെ ഇവിടുത്തെ അപ്പം എൻ്റെ കൊടുക്കാനിപ്പോയിട്ട് ഒന്നുമില്ല. അതുകൊണ്ട്
നമുക്കിപ്പോൾ എന്തെങ്കിലും ഇവിടെ വന്ന് നട്ട് വയ്ക്കാം. അടുത്ത എപ്പിസോഡാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്ത് ചെയ്യുക, തിരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വയ്ക്കാം. നമ്മുടെ ഫാം കുഞ്ഞി സാമ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ച് ഹെയർ സ്റ്റാക്കൊക്കെ കൊണ്ടുവരാം. ഹെയർ സ്റ്റാക്കല്ല, എന്തെങ്കിലുമൊക്കെ പുല്ലും സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. പിന്നെ വിശന്നിട്ടെന്നാണെങ്കിൽ നമുക്ക് പള്ള കത്തുന്നു, ബ്രെഡും വേണം. ബ്രെഡിനൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട് ഇപ്പോൾ ചെറിയ വീട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഓർക്കുന്നില്ല, ഞാൻ മറന്നുപോയി ആ കാര്യം. ഒരുപാട് ഇത് ഗ്ലിച്ച. ഓക്കെ, നമ്മൾ തിരിച്ച് വയ്ക്കാൻ പോവുകയാണ്. സോ ഗായ്സ്, നമ്മുടെ വാല്യുബിളായിട്ട് നീ ഏതാ കുറങ്ങ പോടാ 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 ഞാൻ വെട്ടി കൊല്ലിഞ്ഞ്. പക്ഷേ ട്രേഡ് ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കട്ടെ. എന്നിട്ട് എനിക്ക് ചാച്ചണം, ചാച്ചാൻ പോണ്ട എനിക്ക്. വീറ്റൊക്കെ ഉണ്ടാക്കി വെക്കാൻ വേണ്ട, പിന്നെ ഉണ്ടാക്കാമല്ലേ. പണി എടുക്കാൻ എനിക്കിന്ന് തീരെ വയ്യ. നാളെ ആകുമ്പോൾ നമ്മൾ പണി എടുത്താൽ അങ്ങോട്ട് റിച്ച് ആവും. പോടോ എടാ, ഞാൻ കിടന്നുറങ്ങും. ഓക്കെ, കിടന്നുറങ്ങും. രാവിലെ ആയി ഗായ്സ്. ഇതാരാ അത്? പൊട്ടനെ ഞാൻ റെഡി എടുത്തപ്പോൾ രാവിലെ എണീറ്റ് ഓടി തോന്നുന്നുണ്ട്. നല്ല വെളുപ്പം കാര്യമാണ്, സൂര്യപ്രകാശം ഒന്നും കാണാനില്ല. എന്തായാലും നമ്മൾ വലുതാവുമ്പോൾ, വലുതല്ല ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ നമ്മൾ അവിടെ വീട് വെച്ച് ഒരു മഹാരാജാവും, ഒരു വലിയൊരു മഹാരാജാവും, അവിടെ തന്നെ ഒരു വലിയൊരു മഹാരാജാവ് നോമാവും. അപ്പോൾ സുധാകരൻ പിള്ളയുടെ വീഡിയോ ഇന്ന് അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിസ് മീ MIG signing off.